ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സെമിയ കൊണ്ടുള്ള ഒരു വെറൈറ്റി ഡിഷാണ്. അപ്പോൾ സാധാരണ നമ്മൾ സെമിയ കൊണ്ട് മധുര ഐറ്റംസാണ് ഉണ്ടാക്കുന്നത്. ഇന്ന് നമ്മൾ സ്പൈസി ആയിട്ടുള്ള ഒരു ചിക്കൻ സെമിയ സ്പെഷ്യൽ നമ്മൾ എങ്ങനെ തയ്യാറാക്കുന്നത്. ഇത് തയ്യാറാക്കാനായി ആദ്യം തന്നെ ചിക്കന് ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 2 പച്ചമുളകും ഇട്ട് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് ഞാനിവിടെ ഒരു 2 പാക്കറ്റ് വലിയ സെമിയ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു 1/2 കപ്പ് എണ്ണ ഇട്ട് നല്ല പോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നല്ല പോലെ ഒന്ന് പൊടിച്ച് വേണം റോസ്റ്റ് ചെയ്യാൻ. അപ്പോൾ നന്നായി റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിതിനൊന്ന് മാറ്റി വെക്കാം. ഇതേ പാനിൽ തന്നെ നമ്മൾ ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ സെമിയ വേവിച്ചെടുക്കുന്നത് കൊണ്ട് നമ്മൾക്ക് വെള്ളത്തിൻ്റെ മെഷർമെൻറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. സെമിയ പറ്റി പിടിക്കാതിരിക്കാനാണ് നമ്മളിവിടെ ഓയിൽ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കുറച്ച് നേരം കഴിഞ്ഞ് നമ്മളിതൊന്ന് എടുത്ത് ടെസ്റ്റ് ചെയ്യാം വെന്തിനൊന്ന്. അപ്പോൾ ഇതിൻ്റെ വേവ് മതിയായി എന്ന് തോന്നുമ്പോൾ നമ്മളിതിനെ ഡ്രെയിൻ ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ അതേ പാനിൽ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് അതിലേക്ക് കടു പൊട്ടിച്ച് കുറച്ച് കറിവേപ്പില ഇട്ട് പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്നിടാം. ഇതിനൊന്ന് നല്ല പോലെ ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യാം. പിന്നെ ഒരു 4 മീഡിയം സൈസുള്ള സവാള ചെറുതായി അരിഞ്ഞത് ആഡ് ചെയ്യാം. പിന്നെ ഒരു ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത്, പിന്നെ ഒരു 1/2 കപ്പ് ബീൻസ് ആഡ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് 2 ചെറുതായി അരിഞ്ഞ capsicum ആഡ് ചെയ്യാം. പിന്നെ ഒരു തക്കാളി ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിന് വേണ്ട മസാല എല്ലാം ആഡ് ചെയ്യാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. ഇതൊക്കെ ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. എന്നിട്ട് നമ്മൾ ഷ്രെഡ് ചെയ്ത് വെച്ച ചിക്കനും ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് ഇളക്കാം. പിന്നെ ഞാൻ ഉപ്പ് ഇവിടെ ചെക്ക് ചെയ്ത് വീണ്ടും ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാസൂസ് ആഡ് ചെയ്യാം. അപ്പോൾ നല്ല പോലെ മിക്സ് ചെയ്ത ശേഷം നമ്മൾ വേവിച്ച് വെച്ച സെമിയ ഒന്ന് ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ഇതിനെ നല്ല പോലെ ഒന്ന് മസാലയും കൂടെ മിക്സ് ചെയ്യാം. മിക്സ് ആയതിനു ശേഷം നമ്മൾ ഇതിനൊന്ന് സെർവ് ചെയ്യാം. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സെമിയ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യുക. ഫാമിലി ഗ്രൂപ്പുകളിലൊക്കെ ആയി നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് ഇപ്പോൾ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂട്ടത്തിൽ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ പുതിയ റെസിപ്പി ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും പുതിയ റെസിപ്പിയുമായി കാണാം. താങ്ക് യു.